എല്ലാവർക്കും ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ വെറൈറ്റീസിൻ്റെയും ഫ്ലവറിംഗ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ അതിൻ്റെ എല്ലാം തന്നെ ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറയുക, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണോ വേണ്ടത്, ട്യൂബർ പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന്. നമ്മൾ കൊറിയർ എല്ലാം DTDC വഴി മാത്രമാണ് അയക്കുന്നത്. കൊറിയർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവർ വിളിക്കും. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ഹോം ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യുക. പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളത് വെള്ളത്തിൽ ഫുൾ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ തന്നെ വെള്ളത്തിൽ വെക്കുക. അതിൻ്റെ ഇലയും തണ്ടും ഒന്നും വെള്ളത്തിന് പുറത്തല്ലാതെ എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ തന്നെ നമ്മൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അന്ന് തന്നെ പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്ടർ ലില്ലിയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നട്ട് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാങ്ങി വെച്ചിട്ട് സക്സസ് ആയില്ല എന്നുള്ളവർക്കാണെങ്കിൽ അവർക്ക് ട്യൂബർ പ്ലാന്റ്സ് വാങ്ങിക്കാം. ട്യൂബർ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് അതിന് ലീവ്സ് പോയി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ കിഴങ്ങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് വെള്ളത്തിലിട്ട് സ്പ്രൗട്ട് കയറി വരുമ്പോൾ വീണ്ടും നട്ട് കൊടുത്ത് നമുക്ക് പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ തന്നെ അത് വളർത്തി കൊണ്ടുവരാൻ പറ്റും. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിലാണ് നമ്മൾ വാട്ടർ ലില്ലീസൊക്കെ അയക്കുന്നത്. തൊട്ടടുത്ത ജില്ലയ്ക്കാണെങ്കിൽ മാത്രം നമ്മൾ വ്യാഴാഴ്ചയും കൂടി നമ്മൾ കൊറിയർ അയക്കാറുണ്ട്. പിന്നെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഇന്ന് അയച്ച നാളെയും മറ്റന്നാളും ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കൊറിയർ അയച്ച് നിങ്ങൾക്ക് വീഡിയോ കിട്ടു തന്നു. അതിനുശേഷം നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ടും കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് പറയണം. നമ്മൾ കൊറിയർ ട്രാക്ക് ചെയ്ത് എന്തായി നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കേരളത്തിന് പുറത്താണെങ്കിൽ 3, 4, 5 ദിവസമൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ കേരളത്തിന് വെളിയിലേക്ക് അയക്കുമ്പോൾ കൂടുതലും ട്യൂബർ പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാക്സിമം നമ്മൾ അയക്കാറില്ല. കാരണം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ ചെറുതായിട്ടൊന്ന് കേടാവാൻ തുടങ്ങും. അപ്പോൾ ട്യൂബർ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കൊറിയറിലിരിക്കും. അതൊരിക്കലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആമ്പലൊക്കെ നട്ട് വയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് തന്നെ പോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ. നല്ല വെയിലാണ്. ആമ്പലിൻ്റെ ഡബ്ബലുകളിലെല്ലാം തന്നെ വെള്ളം പെട്ടെന്ന് കുറയുന്നുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ പരമാവധി എപ്പോഴും നിറഞ്ഞിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇലയൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള വാട്ടർ ലില്ലീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂ വിസിൽ, ഇത് ഇലയിൽ നിന്നും തൈകളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കെപ്പോഴും പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലീസ് മാത്രമാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്, വലിയ ഫ്ലവറിംഗ് പ്ലാന്റ് 100 രൂപ. ഇന്നസെൻസ്, ഇതും ഇലയിൽ നിന്നും തൈകളുണ്ടാകുന്ന വെള്ളപ്പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മൈക്രാന്ത ബ്ലൂ, ഇതും ഇലയിൽ നിന്നും തൈകളുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെയും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് 100 രൂപ. ജുലങ് സബ്, നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഒരു വെരിഗേറ്റൽ ലീഫാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 160 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നെറ്റ്സ്യാപ്പ, നല്ല വലിയ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. എന്താ ഒരേ സമയം 2, 3, 4 പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെത്. ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 260 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്രോപ്പിക്കൽ സൺസെറ്റ്, ഇത് കിഴങ്ങിൽ നിന്നും ഇലകളിൽ നിന്നും 2 തരത്തിലും നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഒരു സമയം ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസ് കൂടിയാണ്. ഇതിൻ്റെ ലീഫിന് ചെറിയൊരു വെരിഗേഷനൊക്കെ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഡബിൾ ഷെയ്ഡിലൊക്കെ കളർ വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് കിഴങ്ങിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. പ്ലാന്റ് നല്ല മെച്ചോർഡ് ആകുമ്പോഴേ നമുക്ക് ചിലപ്പോഴൊക്കെ ഇതിന് നോഡ് വരത്തുള്ളൂ ലീഫിന്. കൊഹിൻസോൺ, നല്ല മൾട്ടി പെറ്റലായിട്ട് വരുന്ന നല്ല തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന ഡാർക്ക് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കൊഹിൻസോൺ. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്, ട്യൂബർ പ്ലാന്റ് ഒക്കെ കൊടുക്കുവാനുണ്ട്. യെല്ലോ വട്ടാന, ഇത് കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂ കുറച്ചും കൂടി നല്ല ഹൈറ്റിലൊക്കെയാണ് കേട്ടോ വിരിയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞ ആമ്പലാണ്. അപ്പോൾ ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 350 രൂപ. പർപ്പിൾ ഡയമണ്ട്, ഇത് നമുക്ക് കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം തൈകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബർ പ്ലാന്റും ഉണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 230 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വൈറ്റ് നഗ്വാങ്, നഗ്വാങ് വെറൈറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ കൂടെ തന്നെ ഒരു ലീഫ് പോലെ ചെറിയൊരു ഇത് വരുന്നതാണ് നഗ്വാങ് വെറൈറ്റി. അതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബ്ലൂ ആസ്റ്റർ, മൾട്ടി പെറ്റലായിട്ട് വരുന്ന നല്ല കളറിൽ വരുന്ന വെറൈറ്റിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നിമിത്മൈ, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന മൾട്ടി പെറ്റലായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 230 രൂപ. നാക്കൂൻ, ഇത് മൾട്ടി പെറ്റലായിട്ട് വരുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്നത് തന്നെയാണ്. 250 രൂപ. നിമിത് മൈ, ഇതും മൾട്ടി പെറ്റലായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 230 രൂപ. നാക്കൂൻ, ഇത് മൾട്ടി പെറ്റലായിട്ട് വരുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്നത് തന്നെയാണ്.
ഫസ്റ്റ് ഡേ ഫുൾ നീല കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. സെക്കൻഡ് ഡേ ആകുമ്പോൾ നടുക്ക് നിന്നും നല്ല വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന പെറ്റൽസ്, നല്ല വൈറ്റ് ആയിട്ട് കയറി വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. നമ്മുടെ ഒരു കൈ നിറയെ പിടിക്കേണ്ട അത്രയും വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 300 രൂപ. റെഡ് ഫയർ വർക്ക്, ഇതും മൾട്ടിപെറ്റലായിട്ട് വരുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഡാർക്ക് കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്. ഋഷി, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് വയലറ്റ് കളറിലുള്ള പൂക്കളാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബുൾസൈ, നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെതായി സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റും അവൈലബിൾ ആണ്. ഇത് കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ട്രസ് വരാൻ, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ക്രോഞ്ചനോക്ക്, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഡേക്ക് നല്ല ഡാർക്ക് കളറാണ്. സെക്കൻഡ് ഡേ ആകുമ്പോൾ കുറച്ചും കൂടി വിരിയുമ്പോൾ ഇച്ചിരി കളർ കുറയും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തൈകളും നന്നായിട്ട് കിട്ടും, പൂക്കളും കിട്ടും. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സബ്സ്റ്റോൺ, ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. മഞ്ഞ കളറിലുള്ള വാട്ടർ ലില്ലിയാണ് സബ്സ്റ്റോൺ. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. തവീക്കൻ, കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി തന്നെയാണ്. നല്ല ഡാർക്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. ഡാർക്ക് എന്ന് പറയുമ്പോൾ മജന്ത ഡാർക്ക് അല്ല, പിങ്കും അല്ല വയലറ്റും അല്ല എന്ന് പറയണ ഒരു നല്ല ഡാർക്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റി. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹസബാദി, ഇത് മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമുക്ക് ഒരേ സമയം 2, 3, 4 പൂക്കളൊക്കെ കിട്ടുന്ന വെറൈറ്റി ആട്ടോ. ഇത് 400 രൂപയ്ക്കാണ് നമ്മളിതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൊടുക്കുന്നത്. സൈനുഫം, ഇതും നല്ല തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സും ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ സനംജായുടെ ട്യൂബർ പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. 280 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അനൻപോൺ, ബേബി പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ സെയിം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പാപ്പറോൺ പിങ്ക്, ഇതിൻ്റെയും സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ്. ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ചാരോൺ, ഇതിൻ്റെയും ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. യോക്കാമ്പൂൻ, അതിൻ്റേതായി ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പ്ലം ക്രേസി, മൾട്ടിപെറ്റലായിട്ട് വരുന്ന നല്ല ഡാർക്ക് കളറിലെ പൂക്കളും വെരിഗേറ്റഡ് ലീഫോട് കൂടി വരുന്നതുമായിട്ടുള്ള വാട്ടർ ലില്ലിയാണ്. അതിൻ്റേതായി സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമുക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ. നടുക്ക് പെറ്റൽസിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 400 രൂപ. ശശിമോന്തൻ, മഞ്ഞ കളറിൽ പെറ്റൽ കൗണ്ട് കൂടിയിട്ടുള്ള മൾട്ടിപെറ്റലായിട്ടുള്ള വെറൈറ്റിയാണ് ശശിമോന്തൻ. അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മിയാമി റോസ്, ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 150 റുപ്പീസ്. അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. ലിക്വിഡ് ഫർ, ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് കൊടുക്കുവാനുണ്ട്. നല്ല വലിയ പൂക്കൾ ഉണ്ടാവുന്നത് ഈ സെയിം കളർ തന്നെയാണ്. യെല്ലോ കൊറോക്കോട്ട്, ഇതും മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്. ഈ ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഗോൾഡൻ യെല്ലോ നഗ്വ, ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓസ്ട്ര, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിങ്ക് ഫ്ലെമിംഗോ, നല്ല നേർത്ത പെറ്റൽസ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. മൾട്ടിപെറ്റലാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കെയിലി, ഇതൊരു മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സബ്സോംബൂൺ, ഇതും മൾട്ടിപെറ്റലായിട്ട് വരുന്നൊരു വാട്ടർ ലില്ലിയാണ്. നല്ല ഡാർക്ക് മജന്ത മെറൂൺ ഷെയ്ഡ് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് പ്ലാന്റ് മെച്ചൂർഡാവുന്നതനുസരിച്ച് ഫസ്റ്റ് ഫ്ലവർ അല്ല പിന്നീട് ഫ്ലവേഴ്സ് വരുന്നതനുസരിച്ച് വൈറ്റ് ലൈൻസ് ഒക്കെ പോലെ വരും. നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ടാൻസനൈറ്റ്, നല്ല ഡാർക്ക് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന അത്യാവശ്യം പെറ്റൽ കൗണ്ട് ഉള്ള വെറൈറ്റിയാണ്. നമ്മൾ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കിഴങ്ങിൽ നിന്നുമാണ് തൈകൾ ഉണ്ടാവുന്നത്. മുട്ടാറ്റു, പെറ്റൽസിൽ
വെരിഗേഷനൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് മുട്ടാറ്റു. അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. ടാപ്പ് വാക്യൂ. ഇതും മൾട്ടിപെറ്റലായിട്ടുള്ള വാട്ടർ ലില്ലിയാണ്. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് മജന്ത കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. പെറ്റൽസിൻ്റെ നടുക്കൊരു വൈറ്റ് ലൈൻസ് ഒക്കെ പോലെ വരുന്നതാണ് കേട്ടോ. ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സ്കാർലെറ്റ് ഫ്ലെയിം. ഇതിൻ്റെയും ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. നല്ല പെറ്റൽ കൗണ്ടോടുകൂടി വരുന്ന വെറൈറ്റിയാണ്. ഒരു വൈറ്റ് ലൈൻസ് പോലെയൊക്കെ സെൻട്രൽ പൊസിഷനിൽ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. കിഴങ്ങിൽ നിന്നുമാണ് തൈകൾ ഉണ്ടാകുന്നത്. മോന്തോസില കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെത് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കാനുള്ളത്. മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. അറോറയുടെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സരോജ നല്ല വൈറ്റ് കളറിൽ മൾട്ടിപെറ്റലായിട്ട് വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ നടുക്ക് മാത്രം ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. ബാക്കി പെറ്റൽസ് എല്ലാം നല്ല വൈറ്റ് കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. 400 രൂപ. ഇതും പെറ്റൽ കൗണ്ടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ നോക്കിക്കേ, കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല തിളക്കമുള്ള ലീവ്സാണ്. വെരിഗേറ്റഡ് ലീവ്സാണ്. പല ആമ്പലുകൾക്കും വെരിഗേറ്റഡ് ലീവ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെതിന് ഭംഗി കൂടുതലാണ്. നമ്മൾക്ക് പോട്ട് നിറയെ ലീവ്സ് ഇരിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കൂടെ പൂവും കൂടി വരുമ്പോൾ പറയേണ്ടതില്ലല്ലോ. ശിവനോണിൻ്റെ ഈ ബഡ് വന്ന് തുടങ്ങിയ പ്ലാന്റാണ് നമുക്ക് കൊടുക്കാനുള്ളത്. 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഗാലക്സി ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കാനുള്ളത്. മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. സെൻട്രൽ പോർഷനിൽ വൈറ്റൊക്കെ കയറി വരും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. നല്ല കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ്. ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. സിംല കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പൂക്കളുള്ള പ്ലാന്റ് നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കൊടച്ചാൻ നല്ല ഡാർക്ക് കളറിൽ, ഡാർക്ക് പർപ്പിൾ കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റിയാണ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടിക്കുന്ന പോലുള്ള അത്രയും നല്ല ഡാർക്കായിട്ട് നമ്മളൊരു കയ്യിൽ പിടിച്ച് അത്രയും വലിപ്പമൊക്കെയുള്ള പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഞാൻ നട്ടേക്കുന്നത് ചെറിയ പോട്ടിലാണ്, വലിയ പോട്ടിലൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് നമുക്ക് കൊടുക്കുവാനുള്ളത്. പെറ്റൽസ് നിറയെ വെരിഗേറ്റഡ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. പൂവഡോൾ നല്ല മൾട്ടിപെറ്റലായിട്ടുള്ള നിറയെ പെറ്റൽസ് തിങ്ങി നിറഞ്ഞ് വരുന്നൊരു വെറൈറ്റിയാണ്. യെല്ലോ വാട്ടർ ലില്ലിയാണ് പൂവഡോൾ. അപ്പോൾ അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. പിങ്ക് ക്യാപ്പൻസിസ് കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇത് കിഴങ്ങിൽ നിന്ന് മാത്രമല്ല, ഇതിൻ്റെ സീഡിൽ നിന്നും വിത്ത് വീണ് കിളിർത്തിട്ടും കൂടി നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 130 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് 4 നഗ്വാങ് വെറൈറ്റീസിൻ്റെ കോംബോ ആണ്. ഇതിൻ്റെ എല്ലാം ട്യൂബർ പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. ട്യൂബറും ലീഫും ഉണ്ടാവും. അപ്പോൾ കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ പ്ലാന്റുകളായി ഒരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് 350 രൂപയ്ക്കാണ് ഈ 4 വെറൈറ്റീസിൻ്റെയും നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത്. രത്സമീച്ച് ഇതിൻ്റെയും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹണി ഡ്യൂ പീച്ച് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ പൂക്കളും ഉണ്ടാകുന്ന മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെത് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. നമ്മൾ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ക്വാനരുൺ ഇതും മൾട്ടിപെറ്റലായിട്ട് വരുന്ന വെറൈറ്റിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെത് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുന്നത്. 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇൻഫ ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ ഒരു ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. 5-3യുടെയും സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. കുറച്ചും കൂടി കളറുണ്ട് കേട്ടോ. ചലിത്ര ഇതും നല്ല തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ്. അതിൻ്റെത് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റാണ് നമുക്ക് കൊടുക്കുവാനുള്ളത്. ബുസായ ഇതും പെറ്റൽസ് നന്നായിട്ട് തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. കിഴങ്ങിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റീസാണ്. യായ്മൈ ഇതും നല്ല ഒരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളുള്ള വെറൈറ്റിയാണ് കേട്ടോ. കാരണം പെറ്റൽസിൻ്റെ തുമ്പത്തോട്ട് എത്തുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു കളർ വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും ഫ്ലവറിംഗ് പ്ലാന്റാണ് കൊടുക്കുവാനുള്ളത്. ഇത് 5-2 ഇതിൻ്റെയും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൊടുക്കുവാനുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റി വാട്ടർ ലില്ലീസ് മാത്രമാണ്. നമ്മുടെ കയ്യിൽ ഹാർഡ് വെറൈറ്റീസ് ഒന്നും തന്നെ ഇല്ല. അതായത് എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ 65 വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റി വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ട്യൂബർ പ്ലാന്റ്സ് വേണ്ടവർ ട്യൂബർ പ്ലാന്റ്സ് പറയാം, ഫ്ലവറിംഗ് പ്ലാന്റ്സ് വേണ്ടവർ അത് പ്രത്യേകം തന്നെ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.